ഹലോ എഞ്ചിനീയേഴ്സ്. പ്രോഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയറായ സോളിഡ് പറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് അസോസിയേറ്റ് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്ന എൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രോയിങ് ഫയലിൻ്റെ അടിയിലുള്ള ഇൻഫർമേഷൻ ബ്ലോക്ക് ടേബിൾ എങ്ങനെ എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാമെന്നും അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡ്രോയിങ് ഫയലിൻ്റെ വ്യത്യസ്ത ഫോർമാറ്റുകളിൽ, അതായത് PDF ആയിക്കോട്ടെ അല്ലെങ്കിൽ JPG ആയിക്കോട്ടെ, അങ്ങനെയുള്ള വ്യത്യസ്ത ഫോർമാറ്റുകളിൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ സോളിഡ് വർക്ക്സ് ഡ്രോയിങ് ഫയൽ ഇവിടെ ഓൾറെഡി ഓപ്പൺ ആയിട്ട് കിടപ്പുണ്ട്. അപ്പം ഈ ഡ്രോയിങ് ഫയലിൽ നമ്മൾ ആദ്യം ഈ ഇൻഫർമേഷൻ ടേബിളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് വരിക. അതിനുശേഷം അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ഷീറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐക്കണുണ്ട്. ആ ഒരു എഡിറ്റ് ഷീറ്റ് ഫോർമാറ്റ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പം ഈ ഡ്രോയിങ് നമ്പർ എന്നുള്ള സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായിട്ടും ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാർട്ടിൻ്റെ പേരായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ആ പാർട്ടിൻ്റെ പേര് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാർട്ട് ഡ്രോയിങ് എന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാം. അതിനുശേഷം പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ സെറ്റാവും. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടൈറ്റിൽ എന്നുള്ളിടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഫോൺസ് വേണമെന്നുണ്ടെങ്കിൽ ഫോൺസ് മാറ്റി കൊടുക്കാം. അതിൻ്റെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അലൈൻമെൻറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ അലൈൻമെൻറ്റുകൾ മാറ്റി കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്ത ആരാണ് എന്നുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ബ്ലോക്കുകളായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോന്നിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇവിടെ ഒത്തിരി ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, വെയിറ്റ് എത്രയാണ്, സ്കെയിൽ എത്രയാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവുന്നതായിരിക്കും. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇതിനകത്ത് ഓരോന്ന് എഡിറ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ ഈ എക്സിറ്റ് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് ആ ഒരു ഇതിലേക്ക് പോകാവുന്നതാണ്. ഇപ്പം നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് എഡിറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് സേവ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇത് സേവ് ചെയ്യുന്നത് നമുക്ക് പല വിധത്തിൽ സേവ് ചെയ്യാം. അതായത് ഇവിടെ ജസ്റ്റ് സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് ഡ്രോയിങ്, അപ്പോൾ ഒരു പാർട്ടിൽ നിന്നാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് ഡ്രോയിങ് ഫയലാണ്. അപ്പോൾ ഇത് രണ്ടും സേവ് ചെയ്യണമെങ്കിൽ സേവ് ഓൾ കൊടുത്താൽ മതി. ഇത് അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയി സേവ് ആകും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽസിൽ സേവ് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സേവ് ആപ്സ് എന്നുള്ള ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് സോളിഡ് വർക്ക് ഡ്രോയിങ് ഫയലായിട്ട് മാത്രം സേവ് ചെയ്യാം. അപ്പോൾ അതിനെ ജസ്റ്റ് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോയിങ് ഫയലായിട്ട് അത് സേവ് ആകും. സേവ് ഓൾ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഡ്രോയിങ് ഫയലായിട്ട് നമുക്ക് സേവ് ആയി. ഓക്കെ, ഇനി അതല്ല, നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യണം PDF-ലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലേക്ക് ഈ ഒരു പിക്ചറിനെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതായത് ഇവിടെ സേവ് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവാസ് കൊടുക്കുക. സേവാസ് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് പേരാണ്. അതായത് ഏത് പേരിലാണ് ഇത് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഡ്രോയിങ് ഫയലായിട്ടാണ് ഓൾറെഡി സേവ് ചെയ്തത്. അതിനുശേഷം നമ്മളിപ്പം JPG ഫയൽ, പിക്ചർ ആണെന്നുണ്ടെങ്കിൽ JPEG ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പേര് കൊടുക്കുക. ഇവിടെ പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ സേവ് കൊടുക്കുക. അപ്പോൾ അവിടെ JPG ഫയലായിട്ട് അത് പോയി സേവ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് PDF ആയിട്ട് സേവ് ചെയ്യാം. അപ്പോൾ PDF ആയിട്ട് സേവ് ചെയ്യുന്നതിന് ഇവിടെ അഡോബ് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ PDF ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിവിടെ പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ അതവിടെ ആ ലൊക്കേഷനിൽ PDF ആയിട്ട് പോയി സേവ് ആയിട്ടുണ്ട്. ഓക്കെ,
ഇനി അതല്ല, നമുക്ക് മറ്റേതെങ്കിലും എക്സ്റ്റൻഷനിലാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫയലിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് സേവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫയൽ എക്സ്റ്റൻഷനും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് അഡോബ് ഇല്ലുസ്ട്രേറ്റഡ് ആണ് .ai എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ വരുന്നത്, അഡോബ് ഫോട്ടോഷോപ്പ് ഫയലാണ് .psd എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ വരുന്നത്, അഡോബ് പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ആണ് PDF. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇപ്പോൾ ചെയ്തു. പിന്നെ ഇത് സോളിഡ് വർക്ക് ഡ്രോയിങ് ഫയലാണ്. അങ്ങനെ ഓരോരോ മെത്തേഡുകൾ അല്ലെങ്കിൽ ഓരോരോ എക്സ്റ്റൻഷൻസ് ഉണ്ട്. ആ എക്സ്റ്റൻഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം പേര് കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ സേവ് ചെയ്തു ഓൾറെഡി. അപ്പോൾ ഈ സേവ് ചെയ്ത ഫയൽ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ 2-3 ഫയലുകളാണ്, ഒരേ സെയിം ഫയൽ തന്നെ 3 ഫോർമാറ്റുകളിലാണ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ 3 ഫോർമാറ്റുകളിൽ ആ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ലൊക്കേഷനിലുണ്ടോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ JPG ആയിട്ട് കിടപ്പുണ്ട്. JPG കണ്ടില്ല, JPG ഉണ്ട്, PDF ഉണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഡ്രോയിങ് ഫയലും ഉണ്ട്. ഇപ്പോൾ JPG ഓപ്പൺ ചെയ്ത് നോക്കാമല്ലോ, അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ, ഇപ്പോൾ JPG ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫോട്ടോസ് എന്നുള്ള ഇതിലാണ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത്. PDF ഓപ്പൺ ചെയ്ത് നോക്കാം. PDF ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അഡോബ് റീഡറിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.